ട്രാക്ടർ റാലി തുടങ്ങി. വയനാട്ടിലെ മണ്ടാട് മുതൽ മുട്ടിൽ വരെയാണ് ട്രാക്ടർ റാലി നടക്കുന്നത്. വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, റാലി ആരംഭിച്ചിരിക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? രഞ്ജിനി, അല്പസമയം മുമ്പാണ് റാലി ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്ററിലധികം ദൂരം പിന്നിട്ടിരിക്കുന്നു. ഇനിയും ഇത്രയും ദൂരം വേണ്ടിവരും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏകദേശം 3 കിലോമീറ്റർ മാത്രമാണ് റാലി ഉള്ളത്. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാൽ, IT ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ളവരാണ് ആദ്യത്തെ, അതായത് മുന്നിൽ തന്നെയുള്ള ട്രാക്ടറിലുള്ളത്. ഈ ട്രാക്ടറിൽ ആണ് രാഹുൽ ഗാന്ധി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഈ കർഷകർക്ക്, അതായത് തലസ്ഥാനത്ത് സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സമര പരിപാടി ഇവിടെ വയനാട്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ പരിസ്ഥിതി ലോല പ്രദേശം, പരിസ്ഥിതി സചേതന മേഖലയാക്കുന്നതിനുള്ള കർഷകരുടെ പ്രതിഷേധത്തിന്റെ കൂടി ഭാഗമാണ് തന്റെ ട്രാക്ടർ റാലി എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ട്രാക്ടറിൽ പിറകിലായി തന്നെ കോൺഗ്രസ് പ്രവർത്തകരും കർഷകരും ഉൾപ്പെടെ 100ഓളം ട്രാക്ടറുകളിലായി അനുഗമിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ കുട്ടമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ട്രാക്ടർ റാലി എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ മുട്ടിലെത്തും. മുട്ടിൽ അതിനുശേഷം പൊതുസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുകയും ചെയ്യും. രഞ്ജിനി. ശരി, വിനേഷ് കുമാറാണ് വയനാട്ടിൽ നിന്നും അതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരത്തെ കിള്ളിമേച്ചിറ റോഡിലെ യാത്രാ ദുരിതത്തിന് പരിഹാരമായില്ല. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡിലൂടെ യാത്ര ചെയ്താൽ നടുപൊടിയുമെന്നാണ് നാട്ടുകാരുടെ പരാതി. കിള്ളിയിൽ നിന്ന് മൂങ്ങോട് തച്ചോട്ടുകാവ് ഭാഗത്തേക്കുള്ള റോഡാണിത്. KSRTC ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ദിവസവും ഇതുവഴി പോകുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ ഈ റോഡിലൂടെ ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും ഓട്ടോറിക്ഷയോ ടാക്സിയോ വരാത്ത അവസ്ഥയാണ്. എളുപ്പത്തിൽ തിരുവനന്തപുരത്ത് പോകുന്ന മണലി മേച്ചർ റോഡാണിത്. നിരന്തരം ബസ് ഏകദേശം 4-5 ടേണായിട്ട് ബസ്സുണ്ട്. അതുകൊണ്ട് കൃത്യമായി തന്നെ ബസ് പോകുന്ന ഒരു റോഡെന്ന നിലയ്ക്ക് ടാറിംഗ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ട്. റോഡിൽ പാറക്കഷ്ണങ്ങൾ ഇളകിക്കിടന്ന് അപകടങ്ങളും പതിവാണ്. 4-5 വർഷമായിട്ട് റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയാണ്. ഈ റോഡ് ഇതിലാരും തിരിഞ്ഞു നോക്കാനില്ല. നമുക്ക് ഡെയിലി വണ്ടി ഓടിയ പണി തന്നെ സമയമുള്ളൂ. റോഡ് അടിയന്തരമായി നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കാട്ടാക്കട. പുത്തുമല പ്രളയ പുനരധിവാസ പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീടുകൾക്ക് ഗുണമേന്മയില്ല എന്ന ആരോപണം. ഒടുവിൽ നിർമ്മാണം ആരംഭിച്ച വീടുകളുടെ ഗുണഭോക്താക്കളാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. പലതവണ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് വീടുകളുടെ നിർമ്മാണത്തിന് കരാർ നൽകിയത്. നിർമ്മാണത്തിലെ അപാകതകളെക്കുറിച്ച് ആശങ്കപ്പെടുകയാണ് ഗുണഭോക്താക്കൾ. ഞാൻ വന്ന് നോക്കിയപ്പോൾ ഒരു അപാകത തോന്നി. അപ്പോൾ ഞാൻ കറക്റ്റ് ഫില്ലർ ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് നോക്കാൻ വേണ്ടി ചെയ്തപ്പോൾ കമ്പി ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. കമ്പി വെറുതെ തൂക്കിയിട്ടിട്ട് ബീം അടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പല ഭാഗത്തും മാന്തി നോക്കിയപ്പോൾ ഫില്ലറുകൾ തന്നെ ഓരോ മൂലയ്ക്കും ഫില്ലർ ഇല്ല. അവർക്ക് തോന്നിയ ഫില്ലർ മാറി മാറി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാ വീടും അപ്പുറത്ത് മമലേക്കൻ്റെ തറ അടിച്ചിട്ടുണ്ടായി. അപ്പോൾ അതും മാന്തി നോക്കിയപ്പോൾ അതിലും അതേമാതിരി തന്നെ ഫില്ലറില്ല. വീടുകളുടെ പ്ലാൻ അനുസരിച്ച് 15 പില്ലറുകൾ വേണ്ടതാണ്. എന്നാൽ നിർമ്മാണം കരാറെടുത്തവരുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. മേൽക്കൂര മാത്രം പൂർത്തീകരിക്കാൻ ബാക്കിയുള്ള ഒരു വീടിന്റെ തറയുടെ നിർമ്മാണവും മാനദണ്ഡം അനുസരിച്ചല്ലെന്ന് പരാതിയുണ്ട്. ഇതിൽ ഫില്ലറുകളൊന്നുമില്ല. ഫില്ലറുകൾ എന്ന് പറഞ്ഞാൽ ആകെ 2 ഫില്ലറുകളാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ഈ 8 പ്രാവശ്യം 8 സ്ഥലത്ത് മാന്തി നോക്കിയാൽ 2 ഫില്ലറുകളാണ് വന്നിരിക്കുന്നത്. വീട് നിർമ്മാണത്തിലെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കും പരാതി നൽകാനാണ് ഗുണഭോക്താക്കളുടെ തീരുമാനം. ന്യൂസ് 18 വയനാട്. ഇടുക്കി പള്ളിവാസൽ പവർ ഹൌസിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പെൺകുട്ടിക്കൊപ്പമുണ്ടായിരുന്ന ബന്ധുവായ അരുണിന്റെ മുറിയിൽ നിന്നും കുറ്റസമ്മതം നടത്തുന്ന തരത്തിലുള്ള കത്ത് പോലീസിന് ലഭിച്ചു. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്നും ഇടുക്കി SP R കറുപ്പസ്വാമി ന്യൂസ് 18നോട് പറഞ്ഞു. ഇടുക്കി ഡിവൈഎസ്പിക്കും വെള്ളത്തൂവൽ CIക്കുമാണ് അന്വേഷണ ചുമതല. ഉദ്യോഗസ്ഥർ 6 സ്ക്വാഡുകളായി തിരിഞ്ഞാണ് അന്വേഷണം നടത്തുന്നത്. കൊലപാതകത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് 3ാം ദിവസമായിട്ടും തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അക്യൂസ്ഡ് കൂടുതൽ നമുക്ക് കുറച്ച് സൂസൈഡ് ചെയ്യാനും ചാൻസ് ഉള്ളതായിട്ട് കുറച്ച് സൂചന കിട്ടിയത് കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കാട് തപ്പുന്നതും പിന്നെ പുള്ളികളെ തിരക്കിക്കൊണ്ടും വരികയാണ്. അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിച്ച് വരുന്നുണ്ട്. ഒരു 5-6 ടീമായിട്ട് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഡിവൈഡ് ചെയ്തിട്ട്
നമ്മൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് വരികയാണ്. ആലപ്പുഴ മാന്നാറിൽ വീട് ആക്രമിച്ച യുവതിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ദുരൂഹതയെന്ന സജി ചെറിയാൻ MLA. കൂടുതൽ കാര്യങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ട്. സംഘത്തിന് പ്രാദേശിക പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നും MLA ആരോപിച്ചു. ഞാൻ മനസ്സിലാക്കുന്ന ഒരു 15-അംഗ സംഘം മാരകായുധങ്ങളുമായി വന്നിട്ട് വീട് വെട്ടിപ്പൊളിച്ചകത്ത് കയറി സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അവരും അമ്മയും ഒരു മുറിയിലാണ് കിടന്നത്. അമ്മയ്ക്കും ആക്രമണത്തിൽ പരിക്കുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമായി എന്നതിൽ സംശയമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര അന്വേഷണം സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ പങ്കാളികളായ ആളുകളെ സംബന്ധിച്ച് ഏകദേശ ധാരണയൊക്കെ പോലീസിന് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 19-ന് ദുബായിൽ നിന്നും നാട്ടിലെത്തിയ കുരുട്ടിക്കാട് കൊടുവള്ളിയിൽ ബിന്ദുവിനെയാണ് ഒരു സംഘം ആളുകൾ തട്ടിക്കൊണ്ടുപോയത്. സ്വർണം ആവശ്യപ്പെട്ടാണ് സംഘം വീട്ടിലെത്തിയത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇനി മറ്റു വാർത്തകളിലേക്കാണ്. പാലക്കാട് കൂറ്റനാട് ഉപയോഗശൂന്യമായ ടെലിഫോൺ ജംഗ്ഷൻ ബോക്സ് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കൂറ്റനാട് പെരിങ്ങോട് കറുകപ്പുത്തൂർ പാതയിലാണ് ജംഗ്ഷൻ ബോക്സ് സ്ഥിതി ചെയ്യുന്നത്. തകർച്ച നേരിടുന്ന കോൺക്രീറ്റ് ജംഗ്ഷൻ ബോക്സ് പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൂറ്റനാട് പെരിങ്ങോട് കറുകപ്പുത്തൂർ റോഡിലാണ് കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായ ടെലിഫോൺ ജംഗ്ഷൻ ബോക്സ്. BSNL സ്ഥാപിച്ച ജംഗ്ഷൻ ബോക്സ് ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. വീതി കുറഞ്ഞ റോഡായതിനാൽ ജംഗ്ഷൻ ബോക്സിന്റെ ഭാഗത്തുകൂടെ 2 വലിയ വാഹനങ്ങൾക്ക് ഒരേ സമയം കടന്നുപോകാൻ സാധിക്കില്ല. യാത്രക്കാരൊക്കെ പോകുന്ന ഒരു റോഡാണ്. ഈ സംഭവം നിൽക്കുന്ന കാരണം ഈ തിരുവായതുകൊണ്ട് ഏറെ വിഷയമാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന വാഹനങ്ങളും ശ്രദ്ധയിൽപ്പെടുന്നത് കാരണം ഒരു മറവായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളും ഇതൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ല അപകടങ്ങളെല്ലാം സംഭവിക്കാനുള്ളത്. ഉപയോഗശൂന്യമായ ജംഗ്ഷൻ ബോക്സ് പൊളിച്ചു നീക്കണമെന്നാണ് ആവശ്യം. നമ്മളിതിങ്ങനെ നിൽക്കുന്ന സമയത്ത് 2 സൈഡിലേക്കും ഭീഷണിയില്ല റോഡിന്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന വെഹിക്കിൾസ് അപകടം ഭയങ്കരമായിട്ടുള്ള സാധ്യത കൂടിയ സ്ഥലമാണ്. കോൺക്രീറ്റ് നിർമ്മിത ജംഗ്ഷൻ ബോക്സ് കാലപ്പഴക്കം മൂലം തകർന്നു. കോൺക്രീറ്റ് ഭിത്തികൾ അടർന്നിളകി. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും ഫലമില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 പട്ടാമ്പി. വെട്ടിക്കവല പതിക്കോട് ചിറ സംരക്ഷിക്കണമെന്ന ആവശ്യം. വർഷങ്ങൾക്ക് മുൻപ് നവീകരിച്ച ചിറ ഇപ്പോൾ അനാഥമായ നിലയിലാണ്. മേലില, വെട്ടിക്കവല തുടങ്ങിയ പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ചിറയാണ് പതിക്കോട്ട് ചിറ. ചിറയിലേക്ക് ഇറങ്ങാനുള്ള പടവുകൾ തകർന്നു തുടങ്ങി. ചുറ്റും കാടുമൂടിയ അവസ്ഥയിലാണ് ചിറ. കിണറുകളിൽ വെള്ളം ഒരിക്കലും പറ്റത്തില്ല ഈ ചിറയിൽ വെള്ളം ഉണ്ടായത് കാരണം. അതുപോലെ തന്നെ കൃഷി ആവശ്യങ്ങൾക്കാണ് കൂടുതലായി ഈ വെള്ളം ഉപയോഗിക്കുന്നത്. ഈ ചിറ കുറച്ച് നാളുകളായി നശിച്ചു കിടക്കുകയാണ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാനായിട്ട് ഇതിന്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന് മുൻകൈ എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. 2 പഞ്ചായത്തിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കൊണ്ടുവരും. ഈ താഴോട്ട് വരത്തില്ല. ഈ വെയ്യാത്ത കിടക്കുന്ന ഞങ്ങൾ കിടന്ന് വെള്ളത്തിന് കിടന്നങ്ങ് വിഷമിക്കുക. അങ്ങനെ എങ്ങനെങ്കിലും ഇച്ചിരി വെള്ളം ഒപ്പിച്ചു തന്നാൽ മാത്രം മതി. ചിറ തകർച്ചയുടെ വക്കിലാണെങ്കിലും മലിനമാക്കാതെ നാട്ടുകാർ സംരക്ഷിച്ചു വരുന്നുണ്ട്. ചിറയുടെ ആഴം കൂട്ടി ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിച്ചാൽ 2 പഞ്ചായത്തുകളിലേക്കും ഇവിടെ നിന്ന് ശുദ്ധജലം എത്തിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം അടക്കം, ടൂറിസം പദ്ധതി അടക്കം, മീൻ വളർത്തൽ കേന്ദ്രം അടക്കം, അതുപോലെ നീന്തൽ പരിശീലനം അടക്കം ഒട്ടനവധി സാധ്യതയുള്ള ഈ ഒരു ജലാശയത്തെ 10, 60, 65 വർഷമായി കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റ് കാണുന്നില്ല എന്നുള്ളതായ വലിയ ഒരു പരാതി നിലകൊള്ളുമ്പോൾ ജനോപകാരപ്രദമായ ഒരു പദ്ധതിയാക്കി എടുക്കാൻ വേണ്ട നടപടി സ്വീകരിക്കും. അതിന് ശക്തമായ ഇടപെടൽ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഇപ്പോൾ എനിക്ക് ഉന്നയിക്കാനുള്ളത്. ശുദ്ധജല പദ്ധതി നടപ്പിലാക്കിയാൽ ഇപ്പോൾ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കുന്ന സമീപ പ്രദേശത്തുള്ളവർക്ക് പ്രയോജനം ലഭിക്കും. ഈ വേനലിൽ തന്നെ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 കൊട്ടാരക്കര. പുത്തുമല പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് 12 കുടുംബങ്ങൾ നടത്തുന്ന കുടിൽകെട്ടി സമരം 12 ദിവസം പിന്നിട്ടു. പുനരധിവാസ ഭൂമിയിലാണ് കുടുംബങ്ങൾ കുടിൽകെട്ടി സമരം നടത്തുന്നത്. പൂത്തക്കൊല്ലിയിലെ പുനരധിവാസ ഭൂമിയിൽ വീട് നിർമ്മാണം നടക്കുന്നിടത്താണ് കുടുംബങ്ങൾ കുടിൽകെട്ടി സമരം നടത്തുന്നത്. ദുരന്തത്തിൽ കിടപ്പാടം പൂർണ്ണമായും നഷ്ടപ്പെട്ട 56 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ച ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് തങ്ങളെയും പരിഗണിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആവശ്യം അംഗീകരിക്കും വരെ സമരം തുടരാനാണ് കുടുംബങ്ങളുടെ തീരുമാനം. 17 ദിവസമായി ഞങ്ങളിവിടെ സമരം തുടങ്ങിയിട്ട്. ഇതുവരെ വേണ്ടപ്പെട്ടവർ ഞങ്ങൾക്കിത് പരിഹരിച്ച് തരേണ്ട ആൾക്കാരും ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. ഇതിപ്പോൾ എന്താണ് അവസ്ഥ എന്നിപ്പോൾ ഞങ്ങൾക്കും അറിയാത്തൊരിതിലാണ് നിൽക്കുന്നത്. ഇതിന് തീരുമാനമൊന്നും ആവാതെ ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് പോകാൻ വേറൊരു സ്ഥലമില്ല. പുനരധിവാസത്തിന് അർഹരായ ആളുകളുടെ അംഗീകരിച്ച പട്ടിക പ്രകാരമാണ് വീടുകൾ അനുവദിക്കുന്നത്. വീട് പൂർണ്ണമായും നഷ്ടപ്പെടാത്തവർക്ക് പകരം ഭൂമിയും വീടും നൽകാൻ സാങ്കേതിക തടസ്സം ഉണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട്.
നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പൂത്തക്കൊല്ലിയിലെ കുടിൽക്കെട്ടി സമരം രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാനപ്പെട്ടതാകും എന്ന് ഉറപ്പാണ്. ന്യൂസ് 18 വയനാട്. വടക്കേ വയനാട്ടിൽ കേരള കർണാടക അതിർത്തിയിൽ കുട്ടം മഞ്ചഹള്ളിയിൽ 2 പേരെ ആക്രമിച്ചു കൊന്ന കടുവയെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടി. വെള്ളിയാഴ്ച വൈകിട്ടും ശനിയാഴ്ച പുലർച്ചെയുമാണ് മഞ്ചഹള്ളി സ്വദേശികളായ +2 വിദ്യാർത്ഥിയെയും വീട്ടമ്മയെയും കടുവയെ ആക്രമിച്ചത്. ഗുരുതര പരിക്കേറ്റ 2 ആളും കഴിഞ്ഞ ദിവസം മരിച്ചു. കടുവയെ മൈസൂർ മൃഗശാലയിലേക്ക് കൊണ്ടുപോയി. ഭവന നിർമ്മാണ പദ്ധതിക്ക് മുഖ്യ പ്രാധാന്യം നൽകി ഇടുക്കി ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ബജറ്റ് അവതരണ യോഗത്തിൽ വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ഉഷാകുമാരി മോഹൻകുമാറാണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. 96,46,68,500 രൂപ വരവും 100,51,92,000 രൂപ ചെലവും 44,38,448 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പ്ലാൻ ഫണ്ട് ഇനത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ലഭിക്കുന്നത്. അത് സംസ്ഥാന സർക്കാർ പ്ലാൻ ഇനത്തിൽ നമുക്ക് നൽകുന്ന തുകയാണ്. ഇത്തവണ പ്ലാൻ ഇനത്തിൽ നമുക്ക് ലഭ്യമാകാൻ പോകുന്ന തുക 51,65,42,000 രൂപയാണ്. ക്ഷീരകർഷകർക്കും സബ്സിഡി, പാർപ്പിട നിർമ്മാണത്തിന് 8 കോടി, നെൽകർഷകർക്ക് സബ്സിഡി നൽകാൻ 25 ലക്ഷം, പഴം സംസ്കരണ യൂണിറ്റിന് 1,10 ലക്ഷം രൂപ, മൂന്നാറിൽ ഗ്രീഷ്മം എന്ന പേരിൽ പച്ചക്കറി ശീതീകരണ യൂണിറ്റ് സ്ഥാപിക്കാൻ 15 ലക്ഷം, മണ്ണ്, ജലസംരക്ഷണം, ജലസേചനം എന്നിവയ്ക്കായി 2,75 ലക്ഷം രൂപയും, സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കൈത്താങ്ങ് പദ്ധതിക്ക് 52 ലക്ഷം, കാറ്റാടി വൈദ്യുതി പദ്ധതിക്ക് 1 കോടിയും സോളാർ പദ്ധതിക്ക് 50 ലക്ഷവും ബജറ്റിൽ വകയിരുത്തി. ചില പദ്ധതികളുടെ കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ വേണമെന്നും പദ്ധതി രേഖ തയ്യാറാക്കും മുൻപ് ക്രമീകരണങ്ങൾ വിലയിരുത്തുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ് പറഞ്ഞു. ഭൂമി ഇല്ലാത്ത ആളുകൾ, ഭൂരഹിതരായ ആളുകൾക്ക് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് 2 ലക്ഷം രൂപയും SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 2.25 ലക്ഷം രൂപയും കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ലൈഫ് മിഷനുമായി ആലോചിച്ചിട്ടുണ്ട്. അതും നടപ്പിലാക്കാവുന്നതാണ്. സമഗ്ര മേഖലയ്ക്കും ഒരു വിഹിതം ലഭ്യമാകുന്നത് പോലെ ജില്ലയെ ഒരു പടി കൂടി ഉയർത്തുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ന്യൂസ് 18 ഇടുക്കി. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ 17 പുതിയ തസ്തികകൾ കൂടി അനുവദിച്ചു. ജില്ലാ ആശുപത്രി നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായാണ് തസ്തികകൾ അനുവദിച്ചത്. 98 കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക സംവിധാനങ്ങളോടെ കേരള മോഡൽ താലൂക്ക് ആശുപത്രിയായി പുനലൂർ താലൂക്ക് ആശുപത്രി മാറിയത്. 12 ഡോക്ടർമാർ, 3 സ്റ്റാഫ് നഴ്സ്, 2 ക്ലർക്ക് എന്നിങ്ങനെ 17 തസ്തികകളാണ് പുതുതായി അനുവദിച്ചത്. ഡോക്ടർമാരുടെ 12 പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം 2 സൂപ്പർ സ്പെഷ്യാലിറ്റി വന്നതാണ്. ജില്ലാ ആശുപത്രിക്ക് സമാനമായിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റിയാണുള്ളത്. അത് നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും മികച്ച ഡയാലിസിസ് യൂണിറ്റും കൂടാതെ പെരിട്ടോണിയം ഡയാലിസിസ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നെഫ്രോളജിസ്റ്റിന്റെ സേവനം എന്തായാലും ഫുൾ ടൈം വേണ്ടി വരും. നിലവിൽ 21 ഡോക്ടർമാരുടെ സേവനമായിരുന്നു ഉണ്ടായിരുന്നത്. ഡോക്ടർമാരുടെ 12 തസ്തികകൾ കൂടി അനുവദിച്ചതോടെ 33 ഡോക്ടർമാരുടെ സേവനം ആശുപത്രിയിൽ ലഭ്യമാകും. കാർഡിയോളജി, നെഫ്രോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ഇക്കൂട്ടത്തിലുണ്ടാകും. ന്യൂസ് 18 പുനലൂർ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ആലപ്പുഴയിൽ സ്വർണ്ണക്കടത്ത് സംഘം തട്ടിക്കൊണ്ടുപോയ യുവതിയെ കണ്ടെത്തി. പാലക്കാട് വടക്കംചേരിയിൽ നിന്നാണ് യുവതിയെ കണ്ടെത്തിയത്. യുവതിയെ വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടത്. മാന്നാർ കുരുട്ടിക്കാട് വിസ്മയ ഭവനിൽ ബിന്ദുവിനെയാണ് ഇന്ന് പുലർച്ചെ 15-അംഗ സംഘം വീട് ആക്രമിച്ച് തട്ടിക്കൊണ്ടുപോയത്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, എന്തായാലും യുവതിയെ കണ്ടെത്തിയിരിക്കുന്നു, അതും പാലക്കാട് നിന്നാണ് കണ്ടെത്തിയത്. മറ്റ് വിശദാംശങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി ആണ് ബിന്ദുവിനെ ആലപ്പുഴ മാന്നാറിലെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് പോലീസ് അന്വേഷണം, വലിയ തോതിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ബിന്ദുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. പാലക്കാട് വടക്കാഞ്ചേരിയിൽ നിന്നാണ് ഇപ്പോൾ ബിന്ദുവിനെ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. പോലീസ് കസ്റ്റഡിയിലാണ് ബിന്ദു ഉള്ളത് എന്നാണ് ഇപ്പോൾ അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ കൂടെയുള്ള മറ്റു സംഘത്തിനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ്, അതായത് കഴിഞ്ഞ 19-നാണ് ബിന്ദു വിദേശത്ത് നിന്ന് എത്തിയത്. തുടർന്ന് സ്വർണം ആവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറം സ്വദേശികളായ 2 പേർ വീട്ടിലെത്തിയെന്ന് കുടുംബം പോലീസിനെ അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്ന് പുലർച്ചയോടുകൂടി വീട് ആക്രമിക്കുകയും 15ഓളം പേർ ചേർന്ന് ബിന്ദുവിനെ വീട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തത്. തുടർന്ന് പോലീസ് നടത്തിയ
അന്വേഷണത്തിലാണ് ഇപ്പോൾ ബിന്ദുവിനെ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റു കൂടുതൽ കാര്യങ്ങൾ രംഗത്ത് സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് സജി ചെറിയാൻ MLA അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണം ആദ്യം യുവതിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമായും പോലീസ് മുന്നോട്ട് വെച്ചിരുന്ന കാര്യം. എന്തായാലും അത് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇനി മറ്റു കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കും. കാരണം വിദേശത്ത് നിന്ന് വന്ന ആൾ എന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ കൂടി കേന്ദ്രീകരിച്ചാകും അന്വേഷണം മുന്നോട്ട് പോവുക എന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പുലർച്ചെ 2:30 ഒഴുകി നടന്ന സംഭവത്തിൽ ഇപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോയ യുവതിയെ കണ്ടെത്തിയിട്ടുള്ളതാണ്. പക്ഷെ പ്രാദേശികമായുള്ള സപ്പോർട്ട് കൂടി കിട്ടിയതിനു ശേഷമാണ് ഇത്തരമൊരു സംഘം അക്രമത്തിന് മുതിർന്നത് എന്നത് സംബന്ധിച്ചുള്ള വിവരമൊക്കെ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇനിയും അന്വേഷിക്കേണ്ടതായുണ്ട്. എന്തായാലും യുവതിയെ കണ്ടെത്തിയിരിക്കുന്നത് വലിയ ആശ്വാസകരമായ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ആദ്യം യുവതിയെ കണ്ടെത്തുന്നതിനായിരുന്നു പോലീസ് പ്രാധാന്യം നൽകിയത്. അതിനോടൊപ്പം തന്നെ മറ്റു ബന്ധങ്ങൾ, സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ബന്ധങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതെന്ന് പ്രത്യേകിച്ചും വിദേശത്ത് നിന്ന് വന്ന വ്യക്തി കൂടിയാണ്. ശരണ്യ, മറ്റ് വിവരങ്ങൾ അവിടെ നിന്ന് ഇപ്പം വടക്കഞ്ചേരിയിൽ നിന്നും കണ്ടെത്തുന്നു. യുവതിയുടെ ആരോഗ്യനിലയൊക്കെ സംബന്ധിച്ച മറ്റു വിവരങ്ങളൊക്കെ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ടോ? അത് പോലീസ് പറഞ്ഞത് 15 സംഘം തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു വീട്ടുകാർ നൽകിയ പരാതി. പക്ഷെ ബിന്ദുവിനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പാലക്കാട് വടക്കാഞ്ചേരിയിൽ നിന്നാണ്. അവിടെ സംഘം ബിന്ദുവിനെ വാഹനത്തിൽ നിന്ന് ഇറക്കി വിട്ടതിനു ശേഷം സംഘം കടന്നു കളഞ്ഞതാണോ എന്നുള്ള സംശയം പോലീസിനുണ്ട്. എന്തായാലും പാലക്കാടുള്ള പോലീസിന്റെ കൂടെയാണ് ഇപ്പോൾ ബിന്ദു ഉള്ളത്. അതിനുശേഷം നാട്ടിലേക്ക് എത്തിക്കും. മറ്റ് കൂടെ ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് മറ്റ് വിശദാംശങ്ങളൊന്നും പോലീസ് നൽകി അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. എന്തായാലും മലപ്പുറം സ്വദേശിയായ രാജേഷ്, കൊടുവള്ളി സ്വദേശി രാജേഷാണ് കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയതെന്നും സ്വർണം ആവശ്യപ്പെട്ടതെന്നുമാണ് ബിന്ദുവിന്റെ ഭർത്താവ് നൽകിയ പരാതി. പക്ഷേ ഈ പരാതി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ എത്തിയതും ഭീഷണിപ്പെടുത്തി അടക്കമുള്ള കാര്യങ്ങൾ ഇവർ കുടുംബം പോലീസിനോട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു. ഇന്ന് പുലർച്ചെ ബിന്ദുവിനെ കടത്തിക്കൊണ്ട് പോയതിനു ശേഷമാണ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ കുടുംബം പോലീസിനോട് വ്യക്തമാക്കുന്നത്. 15ഓളം പേർ വീട്ടിലെത്തുമ്പോൾ ബിന്ദുവിന്റെ ഭർത്താവും അവരുടെ സുഹൃത്തുക്കളും അടക്കമുള്ള ആളുകൾ ബിന്ദുവിന്റെ വീട്ടിലും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഈ സംഘം തട്ടിക്കൊണ്ട് പോകുന്നതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമവും ഒക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിശദമായ ഒരു അന്വേഷണം വേണ്ടതാണ് എന്ന് തന്നെയാണ് പോലീസിന്റെയും നിഗമനം. ആദ്യം യുവതിയെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പ്രഥമമായ പരിഗണന നൽകിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ബിന്ദുവിനെ പാലക്കാട് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കാരണം മലപ്പുറം ഭാഗത്തേക്ക് പോയി എന്നതാണ് ആദ്യം പോലീസിന് ലഭിച്ച വിവരം. ആ രീതിയിൽ തന്നെയായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആലപ്പുഴ SP അടക്കമുള്ള എന്തായാലും ആലപ്പുഴ മാന്നാറിൽ നിന്നുമാണ് ഈ ബിന്ദു എന്ന യുവതിയെ പുലർച്ചെ കാണാതായതും തുടർന്ന് പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകുകയും പോലീസിന്റെ അന്വേഷണത്തിൽ പാലക്കാട് വടക്കംചേരിയിൽ നിന്ന് യുവതിയെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഒരു 15-അംഗ സംഘം എന്ന നിഗമനത്തിലാണ് പോലീസ്. മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരും. ശരണ്യ സ്നേഹജാണ് ആലപ്പുഴയിൽ നിന്നും മറ്റു വിവരങ്ങൾ പങ്കുവച്ചത്. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഹെഡ് ഓഫീസിലേക്ക് INTUCയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലെ പിൻവാതിൽ നിയമനവും ബന്ധു നിയമനവും വിജിലൻസ് അന്വേഷിക്കുക, അനധികൃത നിയമനങ്ങൾ റദ്ദ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹെഡ് പോസ്റ്റ് ഓഫീസ് പടിക്കൽ ധർണ സംഘടിപ്പിച്ചത്. മാനേജ്മെന്റിന്റെയും CPI പ്രതിനിധികളുടെയും ധാർഷ്ട്യത്തിനെതിരെയുള്ള താക്കീതാണ് യോഗമെന്ന് നേതാക്കൾ പറഞ്ഞു. കരുനാഗപ്പള്ളി KSRTC ഡിപ്പോയിലെ ജീവനക്കാർ മാസവരി ചലഞ്ചും വോട്ട് ചലഞ്ചുമായി സമരരംഗത്ത്. മാനദണ്ഡ വിരുദ്ധമായ സ്ഥലം മാറ്റം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടും ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുമാണ് പ്രതിഷേധം. സർക്കാർ KSRTC ജീവനക്കാരെ വഞ്ചിക്കുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചലഞ്ച് നടപ്പിലാക്കുമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ആലുവ കീഴ്മാട് സർക്കുലർ റോഡ് ടാറിംഗ് നടത്താത്തതിൽ പ്രതിഷേധിച്ച് അൻവർ സദാത്ത് MLAയുടെ നേതൃത്വത്തിൽ ആലുവ പെരുമ്പാവൂർ റോഡ് ഉപരോധിച്ചു. PWD അധികൃതരുടെ അലംഭാവത്തിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം. റോഡ് ടാറിംഗിന് അനുമതി ലഭിച്ചിട്ടും നവീകരണം തുടങ്ങാത്തതിനെതിരെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സമരം ആരംഭിച്ചിരുന്നു. കരാറുകാരൻ ഉൾപ്പെട്ട കേസുകൾ മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നുവെന്നാണ് അധികൃതരുടെ വാദം. റോഡ് ഉപരോധം മൂലം ആലുവ പെരുമ്പാവൂർ KSRTC റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ആംബുലൻസ് എത്തി. MLA ഫണ്ട് ഉപയോഗിച്ചാണ് പ്രാഥമിക ചികിത്സാ സൗകര്യമുള്ള ആംബുലൻസ് വാങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആംബുലൻസ് ലഭ്യമാക്കിയത്. നേരത്തെ ഉണ്ടായിരുന്ന വാഹനം അപകടത്തിൽ തകർന്നതോടെയാണ് ആംബുലൻസ് സേവനം നിലച്ചത്. അത്യാഹിത ഘട്ടങ്ങളിൽ മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യപ്പെട്ട രോഗികളെ സ്വകാര്യ ആശുപത്രികളിലെ ആംബുലൻസ് എത്തിച്ചാണ് കൊണ്ടുപോയിരുന്നത്. മാസങ്ങൾക്ക് ശേഷം മുഹമ്മദ് മുഹ്സിൻ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പുതിയ ആംബുലൻസ് എത്തിച്ചത്. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസ് നേരത്തെ ആക്സിഡന്റ് പറ്റി അതിനുശേഷം തകർന്നു പോയതാണ്. അതിനുശേഷം ട്രോമ കെയറിന്റെ
101 ആംബുലൻസ് പട്ടാമ്പിയിലേക്ക് അനുവദിച്ചു. അതിവിടെ നമ്മുടെ താലൂക്ക് ആശുപത്രിയിലുണ്ട്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 21 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ആംബുലൻസ് വാങ്ങിയത്. രോഗികൾക്ക് ഓക്സിജൻ നൽകാനടക്കമുള്ള സൗകര്യം ആംബുലൻസിലുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. തരിശായി കിടന്ന വയലിൽ കഠിനാധ്വാനത്തിലൂടെ മികച്ച വിളവ് നേടി ആയഞ്ചേരിയിലെ അബ്ദുറഹ്മാൻ. 50 ഏക്കറിലെ കൊയ്ത്തുത്സവം കെ മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്തു. ആയഞ്ചേരിയിലെ അബ്ദുറഹിമാൻ പഠനത്തിന് ശേഷം കൃഷിയിലാണ് തന്റെ പരീക്ഷണങ്ങൾ നടത്തിയത്. കൂട്ടുകാരെല്ലാം പല വഴി പിരിഞ്ഞപ്പോഴും പിതാവിനൊപ്പം മണ്ണിൽ അധ്വാനിച്ചു. പച്ചക്കറിയും വാഴകൃഷിയുമായി ഇദ്ദേഹം ജീവിതം കരുപ്പിടിപ്പിക്കുകയായിരുന്നു. ആയഞ്ചേരി തറോപ്പൊയിൽ മേഖലയിൽ ഏക്കർ കണക്കിന് പാടം തരിശായി കിടന്നത് കർഷകനായ അബ്ദുറഹിമാന് പ്രയാസമുണ്ടാക്കി. ഇതേ തുടർന്ന് കഴിഞ്ഞ തവണ പാടത്ത് കൃഷി തുടങ്ങി. ഇത്തവണ 50 ഏക്കറിലാണ് അബ്ദുറഹിമാൻ കൃഷി ചെയ്തത്. ഇപ്പോൾ 50 ഏക്കറോളം നെല്ല് കൃഷി തന്നെ ചെയ്യുന്നുണ്ട്. രണ്ട് പഞ്ചായത്തിലായിട്ട് ഒരു 5000-6000 വാഴ കൃഷി ചെയ്യുന്നുണ്ട്. മരക്കിഴങ്ങ് ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചക്കറി ചെയ്യാറുണ്ട്. സംയുക്തമായിട്ട് വേറെ ടീമിനെ കൂട്ടിയിട്ട് എൻ്റെ 2 സഹപ്രവർത്തകന്മാരായിട്ട് 2 ആൾ സജീവമായിട്ടുണ്ട്. നാടിന് മാതൃകയായ കർഷകന് പിന്തുണയുമായി നിരവധി പേരെത്തി. കൃഷിവകുപ്പ് അധികൃതരും പഞ്ചായത്ത് അധികൃതരും കൊയ്ത്തുത്സവം ആഘോഷമാക്കി. കെ മുരളീധരൻ MP കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ലോറി തൊഴിലാളികളെ പണി മുടക്കിയില്ല, പക്ഷെ നമുക്കൊരു സാധനവും കിട്ടിയില്ല. എന്താ കാരണം? മറ്റ് സ്റ്റേറ്റിൽ നിന്ന് ലോറി ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനും സമ്മതിക്കില്ല, അവരിങ്ങോട്ട് വരാനും സമ്മതിക്കില്ല. കേരളത്തിൻ്റെ അകത്ത് ഒരു പണി മുടക്കിയില്ല, പക്ഷെ അതിൻ്റെ ഒരു ഗുണവും നമുക്ക് കിട്ടി. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. എന്നാൽ നമ്മുടെ ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് സംസ്ഥാനക്കാർ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും അരിയും ഒക്കെ അവർ പെട്ടെന്ന് ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യാനാണ് അബ്ദുറഹിമാന്റെ തീരുമാനം. ന്യൂസ് 18 കുറ്റ്യാടി. ഇനി കായൽ സൗന്ദര്യം ആസ്വദിച്ച ഒരു ഭംഗിയുള്ള യാത്രയായാലോ? കോവളം മുതൽ ബേക്കൽ വരെയുള്ള പശ്ചിമതീര ജലപാതയുടെ ആദ്യഘട്ടം പൂർത്തിയായതോടെ വലിയ ആകാംക്ഷയിലാണ് കേരളം. ജലപാതയുടെ സഞ്ചാരയോഗ്യമായ വേളി മുതൽ കഠിനംകുളം കായൽ വരെ ന്യൂസ് 18 സംഘം നടത്തിയ സോളാർ ബോട്ട് യാത്രയുടെ ദൃശ്യാനുഭവങ്ങളോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഓളപ്പരപ്പിലൂടെ ഒരു യാത്ര. ഇന്ന് വേളി മുതൽ കഠിനംകുളം വരെയാണ് നമ്മുടെ യാത്ര. വേളി കായൽ നിന്നും ആരംഭിച്ച യാത്ര പാർവതി പുത്തനാറിന്റെ കൈവഴികളിലൂടെ ഇങ്ങനെ കടന്നുപോകുന്നു. ചുറ്റും പ്രകൃതി ഒരുക്കിയിരിക്കുന്ന വിസ്മയങ്ങളാണ്. ദേശാടന പക്ഷികളുടെ സാന്നിധ്യമാണ്. അപൂർവ കാഴ്ചയൊരുക്കി അവ തുരുത്തുകളിൽ നിലകൊള്ളുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം ജലപാതയ്ക്ക് ജീവൻ വയ്ക്കുമ്പോൾ ആ സന്തോഷം നാട്ടുകാരും മറച്ചുവെക്കുന്നില്ല. ഫസ്റ്റ് ഫേസിൽ നമ്മൾ ഈ കൊച്ചിയിലെ വ്യാവസായിക സ്ഥാപനങ്ങളിൽ നിന്നുള്ള, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കൊച്ചിൻ റിഫൈനറി ഉള്ള പെട്രോളിയം പ്രോഡക്ട്സ്, ഇത് കഴിയുന്നത്ര ജലപാത വഴിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ചവറ KMML അവിടെ 200 ടൺ ഹൈഡ്രോക്ലോറിക് ആസിഡും ഫർണസ് ഓയിലും ദിവസവും ഉപയോഗിക്കുന്നുണ്ട്. ഇത് പാത വഴി കൊണ്ടുവരിക, ജലപാത വഴി കൊണ്ടുവരികയാണെങ്കിൽ അത്രയും ടാങ്കർ ലോറികളുടെ റോഡ് വഴിയുള്ള ഗതാഗതം നമുക്ക് ഒഴിവാക്കാൻ വെക്കും. ഇതേ രീതിയിൽ കനാൽ പാത വികസിപ്പിക്കുന്നതനുസരിച്ചിട്ട് പല സ്ഥാപനങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ആസിഡ്, അതുപോലെയുള്ള ഹസാർഡസ് കെമിക്കൽസ്, അതുപോലെ പെട്രോളിയം പ്രോഡക്ട്സ്, ഇതെല്ലാം കനാൽ വഴിയാക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. യാത്ര ഇങ്ങനെ നീണ്ട് കഠിനംകുളം കായലിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ നമ്മളെ കാത്തിരിക്കുന്നത് അതിമനോഹരമായ കാഴ്ചകൾ. പശ്ചിമതീര ജലപാതയുടെ ആദ്യഘട്ടമായി കോവളം മുതൽ ചാവക്കാട് വരെയുള്ള 308 കിലോമീറ്ററാണ് സഞ്ചാരയോഗ്യമാക്കുന്നത്. സിയാലിന്റെ സോളാർ ബോട്ട് വേളി മുതൽ വർക്കല വരെ പരീക്ഷണ ഓട്ടം നടത്തുന്നുണ്ട്. വൈകാതെ വിനോദസഞ്ചാരികൾക്കായി ബോട്ട് സർവീസ് ആരംഭിക്കും. കേരള വാട്ടർവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളം വിനോദസഞ്ചാരികളുടെ പർദീസയാകുന്നത് ഈ കാഴ്ചകളിലൂടെയാണ്. ഏതായാലും ബേക്കൽ വരെയുള്ള യാത്ര എന്ന സ്വപ്നം ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ സന്തോഷ് മണക്കാടിനൊപ്പം SS ശരൺ, ന്യൂസ് 18.
പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്